കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഹൈക്കോടതിയിൽ ഇഡിയുടെ സത്യവാങ്മൂലം. കരുവന്നൂരിൽ സിപിഎമ്മിന് രഹസ്യ അക്കൗണ്ടുകളുണ്ടെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വെളിപ്പെടുത്താത്ത നിക്ഷേപങ്ങളുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നുമാണ് ഇഡി സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 25 വെളിപ്പെടുത്താത്ത അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിലാകെ 1.73 കോടി രൂപയുടെ നിക്ഷേപമുണ്ട്. ഇതിൽ 63.98 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപമുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. നിക്ഷേപം സിപിഐഎം ജില്ലാ കമ്മിറ്റിയുടെ ബാലൻസ് ഷീറ്റിന് വിരുദ്ധമാണ്. സിപിഐഎം ബാലൻസ് ഷീറ്റ് അനുസരിച്ച് 4 വീതം ബാങ്ക് അക്കൗണ്ടുകളും സ്ഥിര നിക്ഷേപവുമാണുള്ളത്. വായ്പ നൽകാൻ ഉന്നത സിപിഐഎം നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയെന്നും എ.സി. മൊയ്തീൻ, പി. രാജീവ്, പാലൊളി മുഹമ്മദ് കുട്ടി എന്നിവർ ഇടപെട്ടുവെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. കേസിലെ മാപ്പുസാക്ഷിയായ ഡി.ആർ. സുനിൽകുമാറിന്റേതാണ് മൊഴി. കരുവന്നൂർ ബാങ്കിൽ സിപിഎമ്മിന് അക്കൗണ്ടുണ്ട്. കരുവന്നൂർ കള്ളപ്പണ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ സിപിഐഎം കൗൺസിലർ പി.ആർ. അരവിന്ദാക്ഷന്റെ തട്ടിപ്പ് മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്ന് നേരത്തെ ഇഡി വ്യക്തമാക്കിയിരുന്നു. ബാങ്കിൽ നിന്ന് തട്ടിയെടുത്ത പണം സിപിഐഎം അക്കൗണ്ടിലുമെത്തി. ബാങ്കിലെ ഭരണസമിതി മാത്രമല്ല, പുറത്തുള്ള രാഷ്ട്രീയക്കാരും തട്ടിപ്പിന് ഉത്തരവാദിയാണെന്നും ഇഡി വ്യക്തമാക്കിയിരുന്നു. അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവേ 2023 ഡിസംബറിലാണ് ഇഡി ഇക്കാര്യം കോടതിയെ അറിയിച്ചത്.